നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഈ മതം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരാണെങ്കിലും അത് വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യാറുള്ളത്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെയൊക്കെ അവർ ക്രിസ്തീയ ഗാനം പാടിയതൊക്കെ ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും അതിനനുകൂലിച്ചൊക്കെ തന്നെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇതിപ്പോൾ ഫേസ്ബുക്ക് പേജുകളിൽ മാത്രമാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു കശ്മീർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് അവിടെ കയറി ഈദ് ആശംസകൾ എഴുതിക്കൊണ്ടുള്ള ഒരു മിഠായി വിതരണം അവിടെ ചില ഭക്തർക്ക് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകളും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് പേജുകൾ മാത്രമാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ശശികല ടീച്ചർ അവരും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കാത്തത്? അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം അത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ? എന്താണ് തോന്നുന്നത്? അല്ല, ഇപ്പോൾ ഈ വാർത്ത ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ഹിന്ദുത്വപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ഗുരുവായൂർ ക്ഷേത്രമടക്കം പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ പോരാട്ടമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ PS മഹേന്ദ്രകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞാനിത് കാണുന്നത്. അദ്ദേഹം ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട അടയാളവാക്യം എഴുതിയ മിഠായി വിതരണം ചെയ്തു. കശ്മീരി സ്വദേശി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം ആ മതത്തിൻ്റെ ഒരു പേര് പുറത്ത് അല്ലെങ്കിൽ മതം ഏതാണ് എന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല. എല്ലാവരും ഈ പറയുന്നത് പോലെ ഈ മതപരമായ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ആദ്യം അങ്ങനെ പറയാത്തത്. പോലീസും ആദ്യം ഈ വിവരങ്ങൾ ഒട്ടും തന്നെ പുറത്തു വിട്ടില്ല. പോലീസ് ഈ വിവരങ്ങളെല്ലാം മറച്ചു വയ്ക്കുമായിരുന്നു. കാരണം ഇത് രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്, സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് കാരണം മറ്റൊരു ഇഷ്യൂ ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസവും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത് തന്നെയാണ്. ഒരു കാരണവശാലും മതപരമായി ഏതെങ്കിലും തരത്തിലുള്ള വികാരം ആരുടെയും വ്രണപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ മതത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല മത തീവ്രവാദത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് കൃത്യമായി എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീവ്രവാദത്തിനെതിരായിട്ടാണ് നമ്മൾ നിലപാട് സ്വീകരിക്കുന്നത് എപ്പോഴും. അപ്പോൾ പിന്നീടാണ് ശശികല ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പേജ്, ശശികല ടീച്ചർ വളരെ കൃത്യമായി തന്നെ ഈദ് മുബാറക് എന്നെഴുതിയ ഒരു മിഠായിയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത്. പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പത്രവാർത്തകളൊക്കെ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പോലീസ് ഒരു കശ്മീർ സ്വദേശിയെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കശ്മീർ സ്വദേശി അവിടെ അസ്വാഭാവികമായി പെരുമാറുന്നു, അവിടുത്തെ ശുചിമുറിയിലെ ജീവനക്കാരുമായിട്ടൊക്കെ വഴക്കിടുന്നു, പിന്നീട് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മിഠായികൾ നൽകുന്നു. ഇതെല്ലാം കണ്ട് ജനം സംശയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വരുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാം ഒരു ജാഗരൂകരായ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. പണ്ട് തീവ്രവാദി ആക്രമണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ സർക്കാരും പോലീസും തന്നെ മുന്നറിയിപ്പ് നൽകുമായിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ നാട്ടുകാരല്ലാത്ത ആളുകൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നു, അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായ ഇപ്പോൾ ചൂടുകാലത്തൊക്കെ വളരെ തണുപ്പ് കാലത്തെന്നതിനെ പോലെയുള്ള വസ്ത്രം ധരിച്ചു വരുന്നു, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടാൽ പോലീസിൽ അറിയിക്കണം, അതിന് ജാഗ്രത കാട്ടണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു. ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള ഭക്തരും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളായിരിക്കും നൽകിയത്. അതിൻ്റെ ഭാഗമായി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ തുടർന്നുള്ള വിവരങ്ങൾ പോലീസ് എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നു എന്നുള്ളത് ദുരൂഹമാണ്. ഇതുമായി ബന്ധപ്പെടുത്താവുന്നുള്ള ഒരു കാര്യം പറയാം. അത് ഇതുവരെയും ഒരു മാധ്യമത്തിലൊഴിച്ച് എക്സ്ക്ലൂസീവായി ഒരു മാധ്യമം അത് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പുറത്തേക്ക് ഈ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമുണ്ട്. കഴിഞ്ഞുപോയ ശബരിമല സീസണിൽ ശബരിമല ദർശനം നടത്താനായി 3 അന്യമതസ്ഥർ വെർച്വൽ ബുക്കിംഗ് നടത്തുന്നു. അപ്പോൾ ഈ പേര് കൊണ്ട് തന്നെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ചില അക്ഷയ കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥരും മറ്റുമാണ് ഇതിലൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അവർ സൂഫി മുസ്ലിങ്ങളായിരുന്നു, അവർ വിഗ്രഹാരാധനയ്ക്കെതിരാണല്ലോ. വിഗ്രഹാരാധന നടത്തുന്ന ഒരു ക്ഷേത്രത്തിലേക്ക്, പ്രത്യേകിച്ചും ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിലേക്ക് എന്തിനും ദർശനം നടത്താൻ ശ്രമിക്കുന്നു. അന്ന് വെർച്വൽ ക്യൂ അവൈലബിൾ അല്ലാതിരുന്നിട്ടും സ്പോട്ട് ബുക്കിങ്ങിന് അവർ ശ്രമിക്കുന്നു. ഇനി ബുക്കിംഗ് ഇല്ല എങ്കിൽ പോലും ശബരിമലയിലേക്ക് പോയേ അടങ്ങൂ എന്നവർ വാശി പിടിക്കുന്നു. ഇതെല്ലാം കണ്ട് സംശയം
എന്ന് തോന്നിയ ആളുകളാണ് ചില ആൾക്കാർ മുഖേന പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് ഈ കാര്യത്തിൽ ഉടൻ തന്നെ ജാഗരൂകരാകുന്നുണ്ട്. അവരറിയാതെ പിന്തുടരുന്നു. ഇവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായി ഇവരുടെ വീടുകളിലേക്ക് വരെ പോലീസ് എത്തുന്നു. തൃശ്ശൂരിൽ നിന്ന് പമ്പ വരെ ഇവരെ പിന്തുടർന്ന് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായി ഷാഡോ പോലീസ് അവരെ പിന്തുടരുന്നു. കെട്ടി അവർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്നു. അവരോടൊപ്പം പോലീസുകാർ തന്നെ അയ്യപ്പന്മാർ എന്ന വ്യാജേന കെട്ടി അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. ഒടുവിൽ 18ാം പടിക്ക് താഴെ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന വിവരം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു? ഇവരെന്തിനാണ് അവിടെ വന്നത്? ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് എന്ത് നടപടികൾ സ്വീകരിച്ചു? എന്താണ് അവിടെ ഇവരെത്താനുള്ള കാരണം? ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പല പല സംഭവങ്ങൾ. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയ സംഭവം ഈ അടുത്ത കാലത്തുണ്ടായി. അതിലും പ്രതികളെ പിടിക്കുന്നു. അതിനുശേഷം പിന്നെ എന്തായി എന്നറിയുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ശബരിമലയ്ക്ക് ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ, അതായത് ഒരു ഹെലികോപ്റ്റർ സ്വാഭാവികമായി പറക്കുന്നതല്ലാത്ത ഒരു ഉയരം, ഒരു താഴ്ന്ന ഉയരത്തിൽ പറന്നു. അത് അതീവ ഗുരുതരമെന്ന് അധികൃതർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അതെന്തിനു പറന്നു? അങ്ങനെയുള്ള ധാരാളം സംശയാസ്പദമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതുമായിട്ട് വേണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ സംഭവ വികാസങ്ങളെ നമ്മൾ കാണാനായിട്ട്. എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു? കേരളം പോലെ ഉദാഹരണം കൂടി നമുക്ക് പറയാം. വിഷുവിന്റെ അന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന ചിത്രമടക്കം പല പേജുകളിലും അതുപോലെ തന്നെ അത് പറയുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതെ, അത് നമുക്കറിയാം. ഒരു ഹോട്ടലിൽ നിന്നല്ല വന്നത്. ഒട്ടനവധി ഈ ഹോട്ടലുകളെല്ലാം ഹോട്ടൽ ശൃംഖലകളുള്ള ഹോട്ടലാണ്. 1-2 ഹോട്ടലല്ല, ഹോട്ടൽ ശൃംഖലകൾ ഇവർക്കുണ്ട്. മാത്രമല്ല ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ ബ്രാഞ്ചുണ്ട്. ഇവർ 8-9 പേർ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾക്കുണ്ട്. മാത്രമല്ല ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ ശൃംഖല, ഈ പറയുന്ന പോലെ മന്തി പോലെയുള്ള അറബിക് ഫുഡുകൾ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന ഒരു ഹോട്ടൽ ശൃംഖലയ്ക്കെതിരെ മുമ്പും പരാതി വന്നിട്ടുണ്ട്. അവരൊരു സ്ഥലത്ത് ഹോട്ടൽ സ്ഥാപിക്കുന്നു. ആ ഹോട്ടലിന് ചുറ്റുപാടുമുള്ള തട്ടുകടകൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ അവിടെ നിന്ന് കട മാറ്റാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. കാരണം തട്ടുകടക്കാരറിയാമല്ലോ, അവരൊരു പ്രത്യേക അനുമതിയോടുകൂടിയൊന്നും ആയിരിക്കില്ല. അവരുടെ വഴിവെക്കിൽ വൈകുന്നേരം വിൽക്കുക, ആഹാരം വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്നവരാണ്. അവർക്കെതിരെ നിയമപരമായി പോലും നടപടി സ്വീകരിക്കാം എന്ന ഒരു സാഹചര്യമുണ്ട്. കോർപ്പറേഷനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുക, ഭീഷണിക്ക് വഴങ്ങാത്തവരെ ഇവർ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുക. അങ്ങനെ പല 1-2 തട്ടുകടക്കാർ ഈ കേരള സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് പോയി ഈ ചായ വിറ്റ് ജീവിക്കുന്ന ആളുകളെ പോലും എനിക്ക് പരിചയമുണ്ട് വ്യക്തിപരമായി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ഇന്ന ഹോട്ടൽ ശൃംഖലക്കാർ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അവരെവിടെ പോയി ഈ കച്ചവടം നടത്തിയാലും, കാരണം നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരു തട്ടുകട സംസ്കാരം പൊതുവെയുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ ഈ സാമ്പത്തികമായി ഉയർന്നവരും താഴ്ന്നവരുമെല്ലാം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ തട്ടുകടയിൽ നിന്നും ഫ്രഷായി ഭക്ഷണം കഴിക്കുക എന്നൊരു ശീലം മലയാളിക്ക് പൊതുവെയുണ്ട്. ഇത്തരത്തിലുള്ള അറബിക് ഫുഡ് വിൽക്കുന്ന ഹോട്ടലുകൾക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തട്ടുകട സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ഒരു പരാതി നേരത്തെ ഉയർന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഹോട്ടൽ ശൃംഖലകളാണ് ഇത്തരത്തിൽ മതപരമായ വികാരം ഉണർത്തിവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മന്തിക്ക് മുന്നിൽ, അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് മുന്നിൽ കൃഷ്ണൻ്റെ പടം വെച്ചുകൊണ്ട് കൃഷ്ണൻ അത് കഴിക്കുന്നു എന്ന രീതിയിൽ ഒരു വിഷു ആശംസ നേർന്നത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു സമൂഹത്തിലൊരു പ്രശ്നമുണ്ടാക്കുക. ഇപ്പോൾ ക്ഷേത്രം ആക്രമിച്ച് തകർക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം ചെറുതായിരിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ അവിടെയുണ്ട്. മാത്രമല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഗുരുവായൂരിലടക്കം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പക്ഷേ ലക്ഷ്യമായിരിക്കാം. കാരണം ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് പോലും പലരും എത്തിയിട്ടുണ്ട്. അതിനകത്തെ പല വസ്തുക്കളും കാണാതായിട്ടുണ്ട്. അതിനകത്ത് വന്ന ഒരു തളിക, അത് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ അത് കൊണ്ടുപോയിട്ടുണ്ട്. അബദ്ധത്തിലാണെന്ന് പറയാം. അത് അവിടെ നിന്ന് കിട്ടിയ പവിത്രമായ ഒരു വസ്തു എന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ എത്രയോ ലെയറുകളുള്ള ഈ സുരക്ഷാ സംവിധാനം മറികടന്ന് ക്ഷേത്രത്തിൻ്റെ ഒരു അസറ്റ് എങ്ങനെ പുറത്തുപോയി എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ചിക്കൻ ബിരിയാണി
അവിടുത്തെ ജീവനക്കാരാണ് എങ്കിൽ കൂടി ചിക്കൻ ബിരിയാണി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ആചാരലംഘനം നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ഒരു സുരക്ഷാ ലംഘനം കൂടി നടന്നു, സുരക്ഷാ വീഴ്ച കൂടി വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. പലപ്പോഴും നമ്മളെല്ലാം ഈ പറയുന്നത് പോലെ ആരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുമോ, ആരെങ്കിലും തീവ്രവാദിയായി മുദ്രകുത്തപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് ഇത്തരം വാർത്തകൾ ഒളിച്ചു വയ്ക്കപ്പെടുന്നതായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ, പോലീസ് അധികാരികൾ പോലും പുറത്തുവിടാതെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഈദ് മിഠായി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും പല വിഷയങ്ങൾ ഇത്തരത്തിൽ വന്നു പോകുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അറിയാം, ഒരു യുവതി അവിടെ റീല് ചിത്രീകരണം അവിടെ നടത്തി, ഗുരുവായൂർ ക്ഷേത്ര കുളത്തിലിറങ്ങി കാല് കഴുകുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ ചിത്രം മാത്രം വരയ്ക്കുന്ന മറ്റൊരു യുവതി അവിടെ അമ്പലത്തിന്റെ നടയിൽ വെച്ച് ഒരു കേക്ക് മുറിച്ചു. അതടക്കം ഭയങ്കരമായിട്ട് വിവാദമായതാണ്. മാത്രമല്ല ഹൈക്കോടതി അടക്കം നേരിട്ട് ഇടപെട്ടതാണ്, കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, ഇത്ര ഒരു ചുറ്റളവിൽ ഇത്തരത്തിലുള്ള റീല് ചിത്രീകരണം ഒന്നും പാടില്ല എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഈ പറയുന്നത് പോലെ മതസൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും പല നേതാക്കളും പ്രതിപക്ഷങ്ങളാണെങ്കിൽ തന്നെ ഇതൊന്നും പ്രതികരിക്കാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. അന്ന് വളരെ അതീവ രഹസ്യമായിട്ടായിരുന്നു ദർശനം. പക്ഷേ അന്ന് ജനൻ TV-യുടെ മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു, അവരത് ചിത്രീകരിച്ചു. അപ്പോൾ അവർക്കെതിരെ വരെ ദേവസ്വത്തിൻ്റെ ആളുകൾ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്കെതിരെ അവിടെ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമപരമായിട്ട് നീങ്ങാൻ പോവുകയാണ്. അവിടെ വരെ കർശനമായിട്ട് വളരെ വേഗത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്ന് പറയുന്നത്, ശശികല ടീച്ചർ അടക്കം അത് പറയുമ്പോൾ നമുക്കത് ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാനും സാധിക്കുന്നില്ല. ഉണ്ടായിട്ട് പോലും ഇവിടെ മനഃപൂർവ്വം ഒന്ന് കണ്ണടയ്ക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗുരുവായൂർ ഇലക്ഷൻ്റെ സമയത്ത് അടക്കം ഒരു ഗുരുവായൂർ അവിടെ ഒരു ഹിന്ദു MLA വേണമെന്ന് പറഞ്ഞടക്കം വലിയൊരു വിവാദമായിട്ടുള്ള സംഭവം ചർച്ചയായി, പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്ന് ഉയർന്നു. പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പ്രതികരിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ വിമർശനം ഉന്നയിക്കാനും പോസ്റ്റുകൾ പങ്കുവയ്ക്കാനും ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വന്നിട്ട് ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നില്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഉൾപ്പെടെയുള്ള സന്ദർശനം, മുഖ്യമന്ത്രിയുടെ മകന്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകന് ക്ഷേത്രം സന്ദർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരുമെല്ലാം അതിൻ്റെ ചിത്രം പകർത്താൻ ശ്രമിക്കും. അപ്പോൾ സ്വകാര്യത ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇത്തരം ചിത്രം പകർത്താൻ ശ്രമിക്കുന്നവരെ ബലം പ്രയോഗിച്ച് തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണ്ടും പബ്ലിസിറ്റി കൂടുകയാണ്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു, അത് ആരെങ്കിലും കണ്ടു, ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ച് എനിക്കെന്ത് അപമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെ അപമാനമുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചിലുള്ള ഒരു സ്ഥലത്തിലേക്ക് ഞാനെന്തിനു പോകണം എന്നീ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കൃത്യമായ നടപടി, കാരണം ഭരണം അവരുടെ കയ്യിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിനെ അതിൻ്റെ ഒരു പവിത്രതയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഓരോ ദിവസവും ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പോകുന്നത്. അതിന് മറ്റ് അതിർവരമ്പുകളൊന്നുമില്ല. സംസ്ഥാനത്തുള്ളവരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരും രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരും ഒക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ ആ ക്ഷേത്രപരമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ആത്മീയമായ കാരണങ്ങളാൽ ചർച്ച ചെയ്യപ്പെടുക എന്നതിലുപരി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കാരണം ചർച്ചയാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ആ ക്ഷേത്രത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി വിവാദത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പെടുമ്പോഴും സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ശബരിമല പെടുമ്പോഴും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നു, മുഖ്യമന്ത്രിയുടെ മകൻ വന്നു പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിവാദത്തിൽ ഗുരുവായൂർ ക്ഷേത്രം വീഴുമ്പോഴുമൊക്കെ ഒരു യഥാർത്ഥ ഭക്തരെന്നുള്ള നിലയിൽ അവർക്ക് ചില വേദനകളുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ മിഠായി വിതരണം ചെയ്തതിലെല്ലാം ഭക്തർ ഒരു അവധാനത കാണിച്ചു, ഒരു ജാഗ്രത കാണിച്ചു എന്ന് തന്നെ പറയണം. പക്ഷേ ഇതിനകത്ത് അറിയാൻ ആഗ്രഹമുണ്ട്, ആരായിരുന്നു ആ കാശ്മീരി യുവാവ്? അയാൾ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത്? അയാൾ എന്തിനാണ് അവിടെ ആ മിഠായി വിതരണം ചെയ്തത്? ആ മിഠായി എന്തുകൊണ്ട്? അത് പ്രത്യേകിച്ചും
നമ്മുടെ കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു ദുരന്തം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ദുരന്തം, വെടിക്കെട്ട് ദുരന്തം നടന്നതിൻ്റെ തലേ ദിവസമാണ് ഈ മിഠായി വിതരണം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കൂടി ഒരു കേരള ജനത ഒരു ആശങ്കയോടുകൂടി കാണുന്നത്. കാരണം ഇത്രയധികം ഒരു വെടിക്കെട്ട് ദുരന്തം അത് അട്ടിമറിയാണ് എന്ന് ഇപ്പോഴും സംശയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അപകടമുണ്ടായത്? വളരെ ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിച്ച് ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയിൽ എങ്ങനെയാണ് ഇത്രയധികം വലിയ സ്ഫോടനമുണ്ടായത്? അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിന് ഉടൻ തന്നെ ഇന്ത്യയുടെ പാകിസ്ഥാൻ സ്ഥാനപതി കാര്യാലയത്തിൽ കേക്ക് മുറിച്ച് ആഘോഷം നടന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തത്തിന് മുന്നോടിയായിട്ടുള്ള ആഘോഷമായിരുന്നോ ഈ ഒരു മിഠായി വിതരണം എന്നൊക്കെ പലരും സംശയിച്ചു പോകാം. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഈ ഒരു വിഷയം വ്യാപകമായി ചർച്ച ചെയ്യും. പക്ഷേ പോലീസ് അധികാരികൾക്ക് എന്തായിരുന്നു ആ ക്രൈം, അല്ലെങ്കിൽ ക്രൈം ആയിരുന്നോ അല്ലയോ, ഇതിപ്പോൾ മനോരോഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെന്ത്? അപ്പോൾ അത്തരം വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വിടേണ്ടതാണ്. ഒരുപക്ഷെ അന്വേഷണത്തെ ബാധിക്കുമെങ്കിൽ അത് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അത് തൽക്കാലം പുറത്തേക്ക് വിടാത്തതായിരിക്കാം. പക്ഷേ ആത്യന്തികമായി കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലും. ഇപ്പോൾ ശബരിമലയിൽ അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് മാസങ്ങളായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല. പോലീസ് അതിനെക്കുറിച്ചൊരു വിവരവും പുറത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി, അത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ലഭിച്ചതൊരു ഫേക്ക് വിവരമായിരുന്നു, അവർ ഭക്തരായിരുന്നു, അങ്ങനെ ഏതായാലും ആ വിവരങ്ങൾ പുറത്തുവിടേണ്ട ബാധ്യത പോലീസിനുണ്ട്. അത് വരുന്നില്ല എന്നുള്ളത് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ക്ഷേത്രത്തെ ഒരു വിവാദത്തിലേക്ക് പെടാതിരിക്കാനായിരിക്കാം പോലീസ് ഇത് മറച്ചു വെക്കുന്നുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും കൂടി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് അവിടെ എത്തുന്ന ഭക്തരുടെ ഒരു സുരക്ഷയെക്കുറിച്ചും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ലാതെ അവർക്ക് നല്ലപോലെ അവിടെ തൊഴുത് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഭക്തരുടെ അവർക്കുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവർക്കവിടെ സുരക്ഷയോടുകൂടി തന്നെ അമ്പലത്തിലെത്തി തൊഴുത് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും പറയാം. നന്ദി, നമസ്കാരം.